ഹായ് ഹലോ, നമുക്കിന്ന് നല്ല എരിവോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി മിച്ചർ റെഡിയാക്കിയെടുക്കാം. എന്ത് വെച്ചാൽ റെഡിയാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ കുറച്ച് കപ്പ തോലെല്ലാം കളഞ്ഞ് ഇത് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്രൈറ്ററിലിട്ടൊന്ന് ഗ്രൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണേ. ഇതിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണത്. ഇനി ഈ പിഴിഞ്ഞെടുത്ത കപ്പയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് നല്ലപോലെ ആവി കയറുവേ. അപ്പോൾ പരമാവധി നമ്മളിത് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൂടി കൊടുക്കാം. കപ്പ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കടലമാവ് ചേർത്തും നമ്മൾക്ക് ഇതുപോലെ മിച്ചർ ഉണ്ടാക്കിയെടുക്കാം. അതിനേക്കാൾ ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ മിച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ. ഇത് പാകമായെന്ന് അറിയുന്നത് നമ്മൾ ചട്ടകം കൊണ്ടൊന്ന് ചെറുതായി ഒന്നിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് ഒരു കലാന്ന് സൗണ്ട് ഉണ്ടാവും. ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടതായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി കൂടി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. ഞാൻ തോട് കളഞ്ഞിട്ടില്ല, തോടോടുകൂടി ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. നിലക്കടല നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ചുവന്നു പോകരുത്, എന്ന് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അതിന് മുമ്പായി തന്നെ നമ്മളിതൊന്ന് കോരിയെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊരികടല ഇട്ട് കൊടുക്കാം, അതായത് പൊട്ടുകടല. ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മിക്സിങ് പരിപാടിയാണ്. ഇതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഉപ്പുപൊടി, കായപ്പൊടി കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കായപ്പൊടി അധികം ആവരുത്, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള അടിപൊളി മിച്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കപ്പ മിച്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു കട്ടൻ ചായയോ ഒരു കട്ടൻ കാപ്പിയോ വയ്ക്കുക, ഇവനെയും കൂട്ടി അങ്ങോട്ട് കഴിക്കുക, അത്ര തന്നെ. എന്തേ ആലോചിക്കണേ? ഇന്നലെ മേടിച്ച കപ്പ അടുക്കളപ്പുറത്ത് ഇരിപ്പുണ്ടോ? എന്നാൽ പെട്ടെന്ന് തുടങ്ങിക്കോ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ.